ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേബി ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ ഒരു കുട്ടി സ്കേർട്ടുമാണ്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റും അതുപോലെ തന്നെ സാറ്റിൻ മെറ്റീരിയലുമാണ്. നെറ്റ് വന്നിട്ട് നമ്മൾ 3.5 മീറ്ററും അതുപോലെ തന്നെ സാറ്റിൻ വന്നിട്ട് നമ്മൾ 1.25 മീറ്ററുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ് ഇതുപോലത്തെ വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തയ്ക്കുന്നതിനിടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റും സാറ്റിൻ മെറ്റീരിയലും. സാറ്റിൻ വന്നിട്ട് 1.25 മീറ്ററും അതുപോലെ തന്നെ നെറ്റ് വന്നിട്ട് നമ്മളൊരു 3.5 മീറ്ററുമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പീച്ച് കളറിലാണ് കസ്റ്റമർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കേർട്ടിനുള്ള സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പോൾ സാറ്റിൻ മെറ്റീരിയൽ വന്നിട്ട് 44 ഇഞ്ച് വിഡ്ത്തിന് വരുന്ന സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ അതിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുവാണ്. അപ്പോൾ സാറ്റിൻ്റെ ഇറക്കം നമ്മൾ കട്ട് ചെയ്യുന്നത് 14 ഇഞ്ചിനാണ്. കാരണം സാറ്റിൻ നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി നമ്മളൊരു 14 ഇഞ്ച് ഇറക്കത്തിനാണ് നമ്മൾ സാറ്റിൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 14 ഇഞ്ചിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ 14 ഇഞ്ച് ഇറക്കത്തിന് കട്ട് ചെയ്തെടുത്ത സാറ്റിൻ മെറ്റീരിയൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ 3.5 മീറ്റർ എടുത്ത നെറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട ശേഷം അതിൻ്റെ എഡ്ജ്, അതായത് തേര് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കേർട്ടിന് ആവശ്യമായ നെറ്റ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ 3.5 മീറ്റർ നെറ്റ് മെറ്റീരിയൽ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം 13 ഇഞ്ച് ഇറക്കത്തിനാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 13 ഇഞ്ച് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. എൻ്റെ ചോക്കിൻ്റെ മാർക്കിങ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. 13 ഇഞ്ച് ഇറക്കത്തിനാണ് ഞാനിത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ മെയിൻ പീസുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ പാർട്ടാണ്, അതായത് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാറ്റിൻ മെറ്റീരിയലിൽ ജസ്റ്റ് 2 പീസുകൾ, അതായത് അളവുകളോട് കൂടിയതല്ല, അല്ലാതെ 2 പീസുകൾ നമുക്ക് ഒരു ഏകദേശം വലുപ്പത്തിനേക്കാളിലും, അതായത് ടോപ്പിൻ്റെ വണ്ണത്തിനേക്കാളിലും കൂടുതൽ രീതിയിൽ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ വരുന്ന 2 പീസുകൾ സാറ്റിനിലും അതുപോലെ തന്നെ നെറ്റിലും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുകയാണ്. നെറ്റും സാറ്റിനും ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോൾഡ് ചെയ്തിട്ടതിലേക്ക് പേൾ പിന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലോത്ത് മാറിപ്പോകാതിരിക്കാനല്ല, തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ പേൾ പിന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നെക്കിൻ്റെ ആ ഒരു പാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ മാർക്കിങ്ങിൽ നിന്ന് താഴേക്ക്, അതായത് നമ്മുടെ സെൻറ്റർ പാർട്ടിലേക്ക് ഒരു വി പോലെയാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കൂടുതൽ കളേഴ്സുള്ള ചോക്സ് യൂസ് ചെയ്യാത്തതിന് കാരണം നമ്മുടെ ക്ലോത്തിൽ ഭയങ്കരമായിട്ട് ആ ചോക്കിൻ്റെ കളർ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർ പറയും നനച്ച് തൂത്താൽ അത് പോകുന്നു, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു മാർക്ക് അവിടെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ലൈറ്റ് കളർ ചോക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ 2 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു 21 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് സൈസായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 21നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.25 അപ്പോൾ അതൊരു 5.5 നമുക്ക് എടുക്കാം. 5.5 പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് 6 വരും. 1 ഇഞ്ച് സീം അലവൻസും കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 7 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ഇനി മുൻപ് വരച്ച ആ പോയിന്റിൽ നിന്നും നമ്മൾ വി പോലെ തന്നെ ഈ ഒരു പോയിന്റിലേക്കും, അതായത് ഒരു ആം ഹോളിൻ്റെ കേർവ് പോലെ താഴേക്ക് നമ്മൾ വി ഷേപ്പിൽ തന്നെയാണ് അവിടേക്ക് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴേക്ക് നമ്മളൊരു ഹാഫ് ഇഞ്ചോളം കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഈ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നെറ്റ് അല്പം ചുരുക്കിയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും നമ്മൾ താഴോട്ട് അല്പം ഇറക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ 2 പീസ് ജസ്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ എടുത്തതിന് ശേഷം അത് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് എക്സാക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്യുന്നത്. ഫുൾ ക്ലോത്ത് മടക്കി ഇടുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ 2 പീസുകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രമാണ്. ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴത്തെ ഭാഗം ഇവിടെ നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിലേക്കുള്ള പീസിനായിട്ട് നമ്മൾ അതുപോലെ തന്നെ 2 സാറ്റിൻ മെറ്റീരിയലും അതുപോലെ തന്നെ 2 നെറ്റിൻ്റെ ലെയറും. 2 സാറ്റിൻ ലെയർ എന്തിനാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 സാറ്റിൻ്റെ ലെയറാണ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 നെറ്റിൻ്റെ ലെയറുമാണ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. നെറ്റിൻ്റെ ലെയർ 2 ലെയർ കൊടുക്കാൻ കാരണം നമ്മൾ 1 ലെയറിലാണ് നെറ്റ് കൊടുക്കുന്നതെങ്കിൽ സാറ്റിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഭയങ്കരമായിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലേസിങ് കാണുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ലെയർ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ഡബിൾ ലെയേഴ്സാണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ ഇതുപോലെ, അതായത് നമ്മൾ ഫ്രണ്ടിലത്തെ പീസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ പീസും ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുവാണ്. ഇനി നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫോൾഡിങ്ങുകൾ മാറിപ്പോകാതിരിക്കുന്നതിനായിട്ട് നമുക്ക് പേൾ പിൻസ് യൂസ് ചെയ്യാം. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും പേൾ പിൻസ് യൂസ് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്യുമ്പം നമ്മൾ ഫോൾഡ് ചെയ്തിടുമ്പോഴും അത് തെന്നി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എപ്പോഴും പേൾ പിൻസ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ആദ്യത്തേതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഇട്ടു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത് ഇതേപോലെ പ്ലേസ് ചെയ്യുക. അതായത് സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചോളം നിങ്ങൾ എന്ത് ആണോ ആ സെൻറ്റർ ഓപ്പണിങ്ങിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് അനുസൃതമായിട്ടുള്ള മെഷർമെൻറ്റ്സ് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ സിപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ചോളം, ഇൻവിസിബിൾ സിപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ചോളം കൊടുക്കാം. അതല്ല ഫുൾ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫോൾഡിങ് വരും, ബ്ലൗസിൻ്റേതൊക്കെ പോലെ. അപ്പം അതുകൊണ്ട് ഒരു 1 ഇഞ്ചോളം കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രസ് ബട്ടൺസ് ആണ്. കാരണം കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്താലായിരിക്കും ആ ഡ്രസ്സ് ഒന്ന് ഇടാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രസ് ബട്ടൺസ് ആണ്. സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന പ്രസ് ബട്ടൺസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സെൻറ്റർ പാർട്ടിൽ ഒരു 1 ഇഞ്ചോളം വിട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഫ്രണ്ട് പീസ് വെച്ച് അളന്ന് കട്ട് ചെയ്യുന്നത്. അപ്പം ബാക്ക് ഫുള്ള് ഓപ്പൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാക്ക്, അതായത് നമ്മുടെ ആ ബാക്കിന് കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നെറ്റിൻ്റെ ലെയറും അതുപോലെ തന്നെ സാറ്റിനും നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ സാറ്റിൻ്റെ 2 ലെയർ യൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സാറ്റിൻ അല്പം അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് നമ്മൾ സാറ്റിൻ തന്നെ 2 ലെയറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഞാൻ നെറ്റും സാറ്റിനും ഫ്രണ്ട് പീസിൻ്റെ ജസ്റ്റ് ഒന്ന് കൂട്ടിയടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഞാൻ ഈ പീസുകൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്യാനുള്ളൊരു പീസാണ്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് സാറ്റിൻ മാത്രം ജോയിൻറ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫൈനലി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ 2 ലെയർ നെറ്റിൻ്റെ ലെയറും കൂടെ ആഡ് ചെയ്തിരുന്നു. കളർ ചേഞ്ച് വരണ്ടെന്ന് കരുതിയാണ് ഞാനത് ആഡ് ചെയ്തത്. ഇനി അതിന് ശേഷം നമ്മളിതാ നമ്മുടെ ആ ഒരു വർക്ക് വരേണ്ട ഏരിയ നമ്മളൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇത് മാർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഗ്ലാസ് മാർക്കേഴ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഗ്ലാസ്സിൽ മാർക്ക് ചെയ്യുന്ന പെൻസിൽസ് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ഒരു വൈറ്റ് കളറാണ് അതിന് വരുന്നത്. അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കുട്ടികളുടെ കളർ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പാറ്റേൺ വരേണ്ട രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വൈറ്റ് ആയതുകൊണ്ടായിരിക്കാം അത്ര വിസിബിൾ അല്ല. അപ്പോൾ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് വഴിയാണ്. അതായത് നമ്മുടെ സാധാരണ സൂചിയും നൂലും ഉപയോഗിച്ചിട്ടാണ്. ആരി വർക്ക് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം ഇതിന് ആവശ്യമാണ്. എങ്കിലും എനിക്ക് ഇതാണ് കൂടുതൽ വശം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധാരണ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ ഇതുപോലെ ഹാൻഡ് വർക്കുകൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് വന്നത്. അപ്പം ആ ലീവ്സൊക്കെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വഴി എംബ്രോയ്ഡറി പോലെ ചെയ്തതാണ്. ബാക്കി സ്റ്റോൺസ് നമ്മൾ ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഈ വർക്ക് വരുന്നത് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ നെക്ക് ലൈനിലാണ്.
ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ആ ഫ്രണ്ടിനെയും ബാക്കിൻ്റെയും പീസിനെ ജോയിൻറ്റ് ചെയ്യാനുള്ള നെറ്റിൻ്റെ ചുരുക്കുകൾ ഇടാനുള്ള ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ കുട്ടിയുടെ ഹൈറ്റിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ നെക്കിറക്കം എന്തോരം വേണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇപ്പം ഞാനിപ്പം കട്ട് ചെയ്തെടുത്തത് അത്യാവശ്യം ഒരു 8 ഇഞ്ചോളമുണ്ട്. പക്ഷേ നമുക്ക് അത്രയും ആവശ്യമില്ല, കാരണം നമുക്ക് കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ നെക്ക് ഒരു 2.5 ഇഞ്ചോളം മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെൽറ്റിന്, അതായത് നമ്മുടെ ആ ഷോൾഡർ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് അല്പം തിക്നെസ് വരത്തക്ക രീതിയിൽ തന്നെയാണ് ഞാൻ നെറ്റ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തീരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒട്ടും കളറില്ലാത്തതുപോലെയും ഫീൽ ചെയ്യും. കാരണം ഇതൊരു പ്രത്യേകിച്ചൊരു പീച്ച് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ലെയറൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോത്ത് ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി തിക്നെസ്സിലാണ് ഞാൻ ആ ഒരു ഭാഗത്തെ ചുരുക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2 പീസ്, അതായത് 2 സൈഡിലും ജോയിൻറ്റ് ചെയ്യാനുള്ള 2 പീസുകൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 പീസുകൾ വരുന്നത്. പക്ഷേ ഇത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യം വരുന്നില്ല, എങ്കിലും ഞാൻ അഡീഷണലായിട്ട് കുറച്ച് ക്ലോത്ത് നീളത്തിലെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത്രയും ലെങ്ത്ത് ആവശ്യം വരില്ല. ഇനി നമ്മളിപ്പം ചുരുക്കിയിട്ടെടുത്ത ആ ഒരു പീസ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ ആ ഒരു പീക്ക് പാർട്ടിലേക്കാണ് നമ്മളത് ജോയിൻറ്റ് ചെയ്യുന്നത്. അതായത് സെൻറ്ററിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് പീക്ക് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടി രണ്ടാമത് കട്ട് ചെയ്തെടുത്ത സാറ്റിൻ, അതായത് നമ്മൾ 2 സാറ്റിൻ ലെയർ ആയിരുന്നു ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിരുന്നത്. അത് ഇതുപോലെ നമ്മളിപ്പം വെച്ചതിൻ്റെയും മുകളിലായിട്ട്, അതായത് ആ 2 ഫ്രിൽസും വെച്ചതിൻ്റെയും മുകളിലായിട്ട് വെച്ചതിന് ശേഷം നമ്മളത് അതേ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ അടിച്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ സിംഗിൾ ഫൂട്ടറിലേക്ക് മാറ്റുന്നു. അപ്പം നമ്മളെപ്പോഴും സാധാരണയായിട്ട് ഡബിൾ ഫൂട്ടേഴ്സാണ് സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പം സിംഗിൾ ഫൂട്ടറിലേക്ക് മാറ്റാൻ കാരണം നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനോട് ഏറ്റവും ചേർത്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫൂട്ടർ നമുക്ക് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സിംഗിൾ ഫൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും നോർമലി യൂസ് ചെയ്യുന്നത് റൈറ്റ് സിംഗിൾ ഫൂട്ടറാണ്. എനിക്കതാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. റൈറ്റും ലെഫ്റ്റും നമുക്ക് അവൈലബിൾ ആണ്. ആമസോൺ പോലുള്ള പർച്ചേസിങ് ആപ്പുകളിൽ അല്ലെങ്കിൽ സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം ഞാൻ ആ പാർട്ടുകളിൽ, അതായത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുന്നുള്ള ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. അതായത് നോച്ചസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് ഫോൾഡ് ചെയ്യാൻ നേരം നമ്മുടെ ക്ലോത്ത് നല്ല രീതിയിൽ നിവർന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഫോൾഡിങ്സ് കട്ടുകൾ കൊടുക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് പീക്കായിട്ട് വരുന്ന ഏരിയകളിലൊക്കെ നല്ല രീതിയിലുള്ള നോച്ചസ് കൊടുക്കണം. പക്ഷേ നമ്മൾ തയ്ച്ച സ്റ്റിച്ചിങ് കട്ടായി പോകരുത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ലൈനിങ് മറിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച്, അതായത് മോൾക്കാണി സ്റ്റിച്ച് അടിച്ച് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ സാറ്റിനാണ് നമ്മൾ എഗെയിൻ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറംകാണിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. സാറ്റിൻ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വർക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സിംഗിൾ ഫൂട്ടർ മാറ്റാം. അതിനുശേഷം വീണ്ടും ഡബിൾ ഫൂട്ടർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഒക്കെ അടിച്ച് മറിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡ് വൈസിലൂടെ എല്ലാ പീസുകളും തമ്മിലൊന്ന് ജസ്റ്റ് ഒരു സാധാരണ ചെറിയൊരു രീതിയിൽ ഒരടിപ്പ് കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ബാക്ക് പീസിനായിട്ട് നമ്മൾ ക്ലോത്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആദ്യത്തെ ഒരു ലെയർ സാറ്റിൻ പ്ലേസ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് 2 ലെയർ നമ്മൾ നെറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നെറ്റ് മുകളിൽ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് ഞാൻ ഈ സാറ്റിൻ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അതിൽ ധാരാളം ചുളിവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് അയൺ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ ഉപയോഗിക്കുന്ന തുണി നെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഒരു അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റീം അയണർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും നമുക്ക് ഉള്ളിലുള്ള പാർട്ടിനെ നല്ല രീതിയിൽ അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനതൊന്ന് അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാറ്റിൻ ആയതുകൊണ്ട് തന്നെ അയൺ ബോക്സിൻ്റെ ചൂടൊക്കെ നോക്കിയതിന് ശേഷം വേണം അയൺ ചെയ്യാൻ, അല്ലെങ്കിൽ ചുരുണ്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അത് ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും കാണുക.
അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറമേ ആയിട്ട് നമ്മുടെ നെറ്റിൻ്റെ 2 ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ലെയറും വെച്ചതിന് ശേഷം ഞാൻ ആ സൈഡൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. തെന്നി മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വശം ബാക്കിൽ ഒരു വശം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശവും അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഇതുപോലെ തന്നെ സാറ്റിൻ വെക്കുന്നു, അതിൻ്റെ പുറമെ 2 ലെയർ നെറ്റിൻ്റെ ലെയർ വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ സൈഡൊന്ന് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ബാക്ക് പീസുകൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പീസിനോട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആ ഫ്രിൽസ് നമ്മൾ നമ്മുടെ ആ ബാക്കിലെ ആ വീയുടെ ഷാർപ്പ് പോയിൻറ്റിലേക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ബാക്കിലേക്ക് ഫ്രില്ല് അറ്റാച്ച് ചെയ്യാൻ നേരം നമുക്ക് എന്തോരം ഇറക്കം വേണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിപ്പോൾ അല്പം കയറ്റി അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. മുകളിലേക്ക് നമ്മുടെ ആ നെറ്റിൻ്റെ ഒരു പാർട്ട് അല്പം മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം എനിക്ക് അത്ര ഇറക്കം മതി, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എക്സ്ട്രാ ഉള്ള നമ്മുടെ ലൈനിങ് പീസ്, അതായത് നമ്മുടെ സാറ്റിൻ പീസ് നമ്മൾ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ക്ലോത്ത് എങ്ങോട്ടും തിരിച്ചിട്ടില്ല. നമ്മുടെ ലൈനിങ് പാർട്ട് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നെക്കടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബാക്ക് സെൻറ്റർ പാർട്ട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാം. അപ്പം ഞാനത് അങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ച് മറിക്കുമ്പോൾ നമുക്കത് ഇതുപോലെയാണ് വരുന്നത്. ലൈനിങ് ഉള്ളിലായിട്ടായിരിക്കും ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് മറിച്ചടിക്കാം. അപ്പോൾ നമ്മൾ നെക്ക് മാത്രം അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു സെൻറ്റർ പാർട്ട് കൂടി ഞാനൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ 2 സൈഡിൻ്റെയും സെൻറ്റർ പാർട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ അടിച്ചതിൻ്റെ സൈഡിലൂടെ ചെറിയ രീതിയിലുള്ള കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നോച്ചസ് ഇട്ട് നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നോച്ചസുകൾ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ എഡ്ജുകളുമൊക്കെ കുറച്ചുകൂടി ഫിനിഷായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ചെറിയ കട്ടിങ്സ് അല്ലെങ്കിൽ നോച്ചസ് ഇട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നോച്ചസ് ഇട്ടതിന് ശേഷം ഞാൻ ഇതുപോലെ ലൈനിങ് മറിച്ചത് നമ്മുടെ എഡ്ജുകളൊക്കെ ഒന്നുകൂടെ ഷാർപ്പൻ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഷാർപ്പൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ പുറംകാണി അടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ കോട്ടൺ ലൈനിങ്ങിന് പകരം നമ്മൾ സാറ്റിൻ ലൈനിങ് തന്നെയാണ് 2 ലെയറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്ലിപ്പറി ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തെന്നി മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അല്ല നമ്മുടെ ഫിനിഷിങ്ങിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് അല്ലെങ്കിൽ പുറംകാണി ഇതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡുകളിലും ഇതുപോലെ പുറംകാണി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറംകാണിയൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെയാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും വരുന്നത്. അപ്പോൾ ബാക്കിൻ്റെ ഒരു പീസ് ഒന്നിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വരണം. കാരണം നമ്മൾ ഹുക്സ് അല്ലെങ്കിൽ പ്രസ് ബട്ടൺ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ പുറത്ത് ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് വേണം വരാൻ. അപ്പോൾ നമ്മൾ ഇതൊരു ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇത്രത്തോളമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 9 ഇഞ്ചോളമാണ് നമ്മൾ ആ ക്രോപ്പ് ടോപ്പിന് മെഷർമെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരുന്നത്.
അപ്പം നമ്മളത് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളതൊന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫോൾഡ് ചെയ്ത്, അതായത് ഫ്രണ്ടിനും ബാക്ക് പീസും കറക്റ്റ് ലെവലിൽ ഇട്ടതിന് ശേഷം നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 9 ഇഞ്ചിലല്ല കട്ട് ചെയ്യുന്നത്, 9 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ചോളം വിട്ട് താഴേക്ക് ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 9 ഇഞ്ചിലാണ്. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചോളം നമ്മൾ താഴേക്ക് ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ 1.5 ഇഞ്ച് അഡീഷണലായിട്ട് കൊടുത്തത്. അപ്പം ഈ 1.5 ഇഞ്ച് എന്നുള്ളത് ഓരോ സ്റ്റിച്ചിങ്ങുകാരെയും അപേക്ഷിച്ചിരിക്കും. നിങ്ങൾ എത്രയാണ് ഫോൾഡിങ്ങിന് യൂസ് ചെയ്യുന്നത് അത്രയും മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ഞാനൊരു 1.5 ഇഞ്ചോളമാണ് കൊടുത്തത്. 1 ഇഞ്ച് വേണ്ടവർക്ക് 1 ഇഞ്ച് മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം ജസ്റ്റ് ഒരു ഫോൾഡിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിലും അതുപോലെ തന്നെ ബാക്ക് പീസിലും അതുപോലെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാർട്ട് ഞാൻ ഹെമ്മ് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ കൈ തയ്യൽ തയ്ച്ച് എടുക്കുവാണ്. പക്ഷേ പുറത്തേക്ക് തയ്യൽ വിസിബിൾ ആവാത്ത രീതിയിലാണ് ഞാൻ ആ ഹെമ്മിങ് കൊടുക്കുന്നത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ത്രെഡ് സൂചിക്കകത്തൂടെ കയറ്റിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു നോട്ടിട്ട്, അതായത് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ തയ്ക്കുന്നത് പോലെ തന്നെ ഹെമ്മിങ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഇതുപോലെ തന്നെ നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹെം ചെയ്ത് കഴിയുമ്പം ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ പീസുകളെല്ലാം ഒരേപോലെ ആക്കുക. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസുകൾ തമ്മിൽ ഒരല്പം ഓവർലാപ്പ് ചെയ്ത് കയറ്റി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് പേൾ പിൻ യൂസ് ചെയ്തിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അത് തെന്നി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെറ്റാക്കിയതിന് ശേഷം നമുക്കിതുപോലെ സൈഡ് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ജോയിൻറ്റ് ചെയ്യാൻ നേരം നമുക്ക് 1-2 സ്റ്റിച്ചുകൾ നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കുട്ടിയുടെ മെഷർമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ഗസ് ചെയ്തെടുത്തൊരു മെഷർമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ നമ്മൾ 1-2 സ്റ്റിച്ച് അഡീഷണലായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ ഫിനിഷ്ഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പം ഇത് വണ്ണത്തിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അളവുകൾ, അതായത് വലിപ്പം കൂട്ടാവുന്ന രീതിയിൽ നമ്മൾ 2-3 സ്റ്റിച്ചുകൾ അഡീഷണലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്ലൗസിൻ്റെ ബാക്കിൽ പ്രസ് ബട്ടൺ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് സ്കേർട്ടിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സ്കേർട്ടിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെറ്റിൻ്റെ ആ ക്ലോത്ത് നമ്മൾ സ്കേർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത് നെറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ ഫ്രിൽസ് ഇട്ട് എടുക്കുകയാണ്. അപ്പം നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്കേർട്ട് നല്ല രീതിയിൽ പഫിയായിട്ട് നല്ല രീതിയിൽ പൊങ്ങി നല്ല നീറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഫ്രിൽസ് ഇടാൻ പറ്റുന്ന അത്രയും ഫ്രിൽസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഇതേപോലുള്ള, അതായത് ഈ പ്ലീറ്റ്സ് ഇട്ട 2 ലെയർ നെറ്റിൻ്റെ മെറ്റീരിയലാണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ലെയർ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും പ്ലീറ്റ് ചെയ്ത് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ 2 ലെയറും ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ 2 ലെയർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. അപ്പം നമ്മൾ ആ 2 ലെയറും ജസ്റ്റ് ഒന്ന് കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിനായിട്ടുള്ള നെറ്റ് മെറ്റീരിയലിന് നല്ല രീതിയിലുള്ള പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് ബെൽറ്റിന് നമ്മൾ അഡീഷണലായിട്ട് ഒരു നെറ്റിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വേസ്റ്റ് ബെൽറ്റിന് നമ്മൾ സാറ്റിൻ മാത്രം കൊടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ കളർ വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ നെറ്റിൻ്റെ 2 ലെയർ കൂടി ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് വെച്ചതിന് ശേഷം സൈഡുകൾ തമ്മിലൊന്ന് ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വേസ്റ്റ് ബെൽറ്റ് നമ്മുടെ സാറ്റിൻ ലെയറിലേക്ക് ഞാൻ ഫസ്റ്റ് ആദ്യമേ അടിച്ച് ചേർക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് ചേർക്കും. വേസ്റ്റ് ബെൽറ്റ് നമ്മൾ അകത്തുനിന്ന് പുറത്തേക്കാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റിൻ്റെ റഫ് സൈഡിലേക്കാണ് നമ്മുടെ വേസ്റ്റ് ബെൽറ്റിൻ്റെ നല്ല വശം നമ്മൾ ചേർത്ത് വെച്ച് അടിക്കുന്നത്. അപ്പം നമ്മൾ വേസ്റ്റ് ബെൽറ്റ് ഇതായതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ നെറ്റിൻ്റെ ലെയർ നമ്മളിതാ ഇതുപോലെ നമ്മുടെ ഈ വേസ്റ്റ് ബെൽറ്റ് പീസിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളിതാ നമ്മുടെ നെറ്റും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബെൽറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പം വേസ്റ്റ് ബെൽറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. അതായത് സാറ്റിൻ അകത്തും നെറ്റ് ലൈനിങ് പുറത്തും, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് കറക്റ്റ് പൊസിഷനിലുമായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ വേസ്റ്റ് ബെൽറ്റ് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം അനുസരിച്ച് മടക്കി പുറത്തുകൂടി, അതായത് പുറമേ ഉള്ള സ്റ്റിച്ചിങ് നമുക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ്. അപ്പം നെറ്റും സാറ്റിനും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ചരിവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലോത്ത് വലിച്ചു പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യുവാൻ. എന്നാൽ ഒത്തിരി വലിച്ചു പിടിച്ചിട്ട് അതൊരു ചുളിവ് ഉണ്ടാക്കുകയും ചെയ്യരുത്. അപ്പം നല്ല രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാറ്റിൻ ലൈനിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാതെയും ശ്രദ്ധിക്കണം. അപ്പം വേസ്റ്റ് ബെൽറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് കൊടുക്കാം. ഞാനിപ്പം ഏകദേശം ഒരു 18 ഇഞ്ചോളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ ഒരു 1 ഇഞ്ചുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഇലാസ്റ്റിക് ഈ ഹോളിനുള്ളിലൂടെ മറ്റേ വശത്തേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇലാസ്റ്റിക് കയറ്റി വിടുമ്പം ഒരു സൈഡിൽ നിന്ന് മുഴുവനായിട്ടും കയറി പോകാതെ ശ്രദ്ധിക്കണം. അപ്പം 2 എഡ്ജിലും നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് അടിച്ചതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ സൈഡ് വശം ഇതുപോലെ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതുപോലെ നിവർത്തുമ്പോഴത്തേക്കും ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറി പോകും. വീണ്ടും നമുക്ക് സ്റ്റിച്ച് അഴിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷം 2 എഡ്ജിലും അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ വേസ്റ്റ് ബെൽറ്റിൻ്റെ എലാസ്റ്റിക്കോടുകൂടി സെൻറ്ററിൽ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ വേസ്റ്റ് ബെൽറ്റിന് വരുന്ന ആ ചുളിവുകൾ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബേസ് ലൈൻ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാറ്റിൻ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുവാണ്. അപ്പോൾ നമ്മൾ നെറ്റിന് ഇറക്കം കൊടുത്തത് 13 ഇഞ്ചും സാറ്റിന് ഇറക്കം കൊടുത്തത് 14 ഇഞ്ചുമാണ്. അപ്പം 1/2 ഇഞ്ചിൻ്റെ ഇറക്കം കുറച്ചിട്ടുള്ള മടക്ക് നമ്മൾ കൊടുത്താൽ മതിയായിരിക്കും. അതായത് നമ്മൾ ആ ഒരു 13 അല്ലെ 12.25 നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. സൈഡ് വശം കൂടെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹാൻഡ് വർക്കോട് കൂടിയ നല്ല നീറ്റായിട്ടുള്ള പീച്ച് കളറിലെ ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പുമാണ്. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ അഡീഷണലായിട്ട് ഈ ഡ്രസ്സിൻ്റെ ബാക്കിൽ, അതായത് ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു ബോയും അതിൻ്റെ ടെയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഹെയർ ക്ലിപ്പും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ടാറ്റ ബൈ ബൈ.